സെക്കൻഡ് തേർഡ് ഗിയർ ഒന്നും പറയാനില്ല. പക്ഷേ പൊളിന്ന് വെച്ചാൽ റോക്കറ്റ് വിമാനമാണ് വിമാനം. ഹോണ്ടയുടെ ഒരു വണ്ടി എടുത്താൽ എന്താ നോക്കാം, ഗവൺമെൻറ് ജോലി കിട്ടണ പോലെയാ. ഗോ വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. സോ ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് ദ ട്രാൻസാൽപ്പ് 750 ഹോണ്ടയുടെ സൈഡിൽ നിന്നുള്ള ഏറ്റവും പുതിയ അഡ്വഞ്ചർ സെഗ്മെൻറ്റിലേക്കുള്ള ഒരു വണ്ടിയാണ്. പുറത്ത് ഓൾറെഡി ഉണ്ടായി, നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ കുറച്ച് ലേറ്റായി. പക്ഷേ നല്ലൊരു പ്രൈസിങ്ങിലാണ് വണ്ടി അവർ ഇറക്കിയേക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടത്, എന്തുകൊണ്ട് നിങ്ങൾ ഈ വണ്ടി എടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഒരു രക്ഷയില്ലാത്ത ലുക്കാണ്. 500X എന്നൊക്കെ തോന്നും ചിലപ്പോൾ, പുതിയ മോഡൽ 500Xനെ പോലെയൊക്കെ തോന്നും. അപ്പോൾ അതിനുവേണ്ടി ഒരു NX 500 ഒക്കെ ഇവിടെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ദിസ് ഇസ് ഇറ്റ് ദ 2118 വീൽസ്. ബാക്ക് നമുക്ക് ഒരു ക്രാഷ് ഗാർഡും ബാഷ് പ്ലേറ്റ്, വലിയ ബാഷ് പ്ലേറ്റ് ഒക്കെ ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ക്വിക്ക് ഷിഫ്റ്ററൊക്കെ നമുക്ക് ഓപ്ഷനിലാണ്. അപ്പോൾ വണ്ടി ഒരു രക്ഷയില്ല കേട്ടോ. 755cc എൻജിൻ, ഇൻലൈൻ ട്വിൻ എൻജിനാണ്. പ്രൊഡ്യൂസിങ് ഓൾമോസ്റ്റ് 91 PS ആൻഡ് 75 Nm ഓഫ് ടോർക്ക്. ആ ടോർക്ക് കൈ കുടുക്കുമ്പോൾ സാധനം വരും. കൈ കുടുക്കുമ്പോൾ ഒരു ലാഗും ഇല്ല. അതുകൊണ്ട് ലോ എൻഡ് പെർഫോമൻസും മിഡ് റേഞ്ചൊക്കെ അടിപൊളിയാണ്. ഒരു രക്ഷയില്ല പെർഫോമൻസാണ്. സോ ദിസ് ഇസ് ദ സീറ്റ് ഹൈറ്റ്. വണ്ടി ഞാൻ കുറച്ച് ഓഫ് റോഡൊക്കെ പോയിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാണിച്ചു തരാം. ചെറിയൊരു ഓഫ് റോഡാണ്. അപ്പോൾ വണ്ടിയുടെ വെയിറ്റ് വരുന്നത് ഓൾമോസ്റ്റ് 208 kg ആട്ടോ. അതായത് എന്താ ഹിമാലയനെക്കാട്ടും ഒരു 10 കിലോ ഉള്ളു, അല്ലെങ്കിൽ ഒരു 7-8 കിലോ ഉള്ളു, അത്രേ ഉള്ളൂ. അപ്പോൾ അതാണ് വണ്ടി. അപ്പോൾ വൈഡ് ഹാൻഡിൽ ബാർ, 16.9 ലിറ്റേഴ്സ് ഓഫ് ഫ്യൂൽ ടാങ്ക്. സീറ്റ് ഹൈറ്റ് 850 mm ആണ്. എനിക്ക് ഹാഫ് ഫുട്ടാണ്, കാരണം സസ്പെൻഷൻ അത്യാവശ്യം സോഫ്റ്റ് ആട്ടോ. അപ്പോൾ ഹാഫ് ഫുട്ടാണ്. പ്രീ ലോഡ് മാത്രം അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് ഫ്രണ്ടും റിയറും പ്രീ ലോഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതാണ് കൺട്രോൾ സ്വിച്ചസൊക്കെ. കൺട്രോൾ സ്വിച്ചിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട എനിക്ക് കാര്യമാണ്. ഞാൻ വെച്ചാൽ ആദ്യം കുറച്ച് കൺഫ്യൂഷൻ ആയിരിക്കും, പക്ഷേ എല്ലാ സ്വിച്ചിൻ്റെ മേളിൽ ഇവിടെ ഒരു കട്ടിങ് ഉണ്ട്. ആ കട്ടിങ്ങുള്ളതുണ്ടല്ലോ നമുക്ക് വിരൽ വെച്ച് കണ്ടുപിടിക്കാൻ ഭയങ്കര എളുപ്പമായി. ഞാൻ ഈ ടോഗിൾ സ്വിച്ചൊക്കെ ആയാലും നല്ല അടിപൊളിയാണ്. ഇതിൻ്റെ പ്ലേസ്മെൻറ്റ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പാസിൻ്റെ ഇവിടെ കൊണ്ട് വെച്ചേക്കുന്നത് ഇവിടെയാണ് നല്ലത്. എന്താ ഇവിടെയെന്ന് എനിക്കറിയില്ല. ആൻഡ് ഇവിടെ സെൽഫിൻ്റെ സ്വിച്ച്, നമുക്ക് ബ്രേക്ക് ലിവർ അഡ്ജസ്റ്റബിൾ ആണ്, പക്ഷേ ക്ലച്ച് ലിവർ നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ്. ക്ലച്ച് ഈസി 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ് വിത്ത് അസിസ്റ്റ് ആൻഡ് സ്ലിപ്പർ ക്ലച്ച് ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ബാക്കിയെല്ലാം നൈസാണ്. അപ്പോൾ ആദ്യം തന്നെ ചെറിയ പൊളി പൊളിച്ച് എക്സോസ്റ്റ് നോട്ടൊക്കെ കേൾപ്പിച്ചുതരാം. ഇതാണ് അതിൻ്റെ. ഇത് ക്ലോസ്ഡ് റോഡാട്ടോ. അപ്പോൾ അങ്ങോട്ട് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വണ്ടി പോകും. അപ്പോൾ ഇതാണ് അതിൻ്റെ TFT ഡിസ്പ്ലേ. നല്ല ഡിസ്പ്ലേ ആണ്, നല്ല ഇൻഫോർമേറ്റീവ് ആണ്. നമുക്ക് മോഡ്സ് ഇവിടെ ചേഞ്ച് ചെയ്യാം. റെയിൻ മോഡ്, ഗ്രാവൽ മോഡ്, യൂസർ മോഡ്, സ്പോർട്ട്, സ്റ്റാൻഡേർഡ്, ഇത്രയും മോഡ്സാണ് ഉള്ളത്. പിന്നെ ഈ താഴെ നമുക്ക് ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും കിട്ടും. ഫ്യൂവൽ ഗേജ്, നമ്മുടെ ടാക്കോമീറ്റർ, ടൈം, ടെമ്പറേച്ചർ, ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ, അങ്ങനെ എല്ലാ കാര്യമുണ്ട്. പിന്നെ നമ്മൾ ഇതങ്ങ് ഞെക്കി പിടിച്ചാൽ നമുക്ക് നമ്മുടെ റൈഡിങ് മോഡ്സ് മാറ്റാം. റൈഡിങ് മോഡ്സിൽ യൂസർ മോഡിൽ നമുക്ക് എന്തൊക്കെ ഫങ്ഷൻസ് ഉണ്ടോ അതെല്ലാം നമുക്ക് മാറ്റാൻ പറ്റും. പിന്നെ ഷിഫ്റ്റ് പോയിൻ്റ്, നമുക്ക് ഷിഫ്റ്റിംഗ് ലൈറ്റ് എത്രയിലാണ്, 10,000 RPM ഷിഫ്റ്റ് പോയിൻ്റ് ഇട്ടേക്കുന്നത്. പിന്നെ അത് അങ്ങനെ ടേൺ സിഗ്നൽ, സെൽഫ് ടേണിങ് ഓഫ് ടേൺ സിഗ്നൽസ് നമുക്കിവിടെ കാണാം. പിന്നെ ട്രിപ്പ് ഓട്ടോ റീസെറ്റ്, HISS ഹോണ്ടയുടെ മറ്റേ സെക്യൂരിറ്റി സിസ്റ്റമാണ്. അപ്പോൾ അത് ഓൺ ഓഫ് ചെയ്യണമെങ്കിൽ ഓഫ് ചെയ്യാം. പിന്നെ ഡിസ്പ്ലേ, നമുക്ക് ഡിസ്പ്ലേ ടൈപ്പ് 4 ഡിസ്പ്ലേ ടൈപ്പ് ഉണ്ട് കേട്ടോ. അങ്ങനെ പല പല ഡിസ്പ്ലേ ടൈപ്പ് നമുക്കിടാം. അപ്പോൾ അതിൻ്റെ കളറും നമുക്ക് മാറ്റാം കേട്ടോ. കണ്ടോ, ഈശ്വര. നമുക്ക് ആദ്യം തന്നെ ഞാൻ എക്സോസ്റ്റ് നോട്ടല്ല, നമുക്ക് 0 to 100 വണ്ടി എന്ത് പെട്ടെന്നാണ് കയറണേന്ന് നമുക്ക് നോക്കാം. റെയിൻ മോഡ്, ഗ്രാവൽ മോഡ്, യൂസർ മോഡ് വേണ്ട, സ്പോർട്ട് മോഡിൽ തന്നെ ഇടാം നമുക്ക് കേട്ടോ. സസ്പെൻഷനൊന്നും ഒരു രക്ഷയില്ല എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. ഈസി ആയിട്ടാണ് എല്ലാം ഹാൻഡിൽ ചെയ്യണേ. നല്ല ഓപ്പൺ റോഡ്. 0 to 100 ചെക്ക് ചെയ്യാം. ഓക്കെ, സോ 3, 2, 1 ഗോ. to 100 എന്ന് പറഞ്ഞിട്ട് വണ്ടി കയറി പോണ പോക്ക് മോനെ ഒരു രക്ഷയില്ല കേട്ടോ. സൗണ്ട് ഒരിക്കലും ഒരു ട്വിൻ സിലിണ്ടർ ആയിട്ട് തോന്നില്ല, ഒരു V-twin ആയിട്ടാണ് എനിക്ക് തോന്നിയത്. സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് നമ്മുടെ ഒരു ഡുക്കാട്ടി മൾട്ടിയൊക്കെ ഓടിക്കണ ഒരു ഫീലാട്ടോ എനിക്ക് തോന്നിയത്.
ഭയങ്കര ഈസി ആട്ടോ, ഭയങ്കര നിമ്പിളാണ് വണ്ടി. നമുക്കങ്ങനെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും തോന്നില്ല. ആദ്യം കുറച്ച് വെയിറ്റ് കൂടുതലാന്നൊക്കെ തോന്നും, 208 kg. പക്ഷേ എനിക്ക് തോന്നല്ല 208 kg എനിക്ക് തോന്നല്ല അത്ര ഹെവിയാണ്. കാര്യം ഒരു ഹിമാലയനെക്കാട്ട് ഒരു 10 കിലോ കൂടുതലാണ്. ബട്ട് ഇത് നല്ല സൈസുള്ള വണ്ടിയായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. പെട്ടെന്ന് കാണുമ്പോൾ നമുക്കൊരു 500X പോലെയൊക്കെ തോന്നുമെങ്കിലും ബട്ട് സാധനം സൈസ് ഉണ്ട്, നല്ല സൈസ് നമുക്ക് തോന്നിക്കും. എവിടെയും കൊണ്ട് നിർത്തിയാലും റോഡിൽ കൊണ്ട് നിർത്തിയാലും വണ്ടിക്ക് നല്ല സൈസ് തോന്നിക്കും. അതുകൂടാണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പെർഫോമൻസിൻ്റെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് 6th ഗിയറിൽ 60 പോകാൻ പറ്റും. അതെനിക്ക് തോന്നുന്നില്ല ട്വിൻ സിലിണ്ടർ വണ്ടികളിൽ അത്ര ഫീസിബിളാണ്. പക്ഷേ ഇതിനത് പറ്റി. കാര്യം ഞാൻ 790 ഓടിക്കുന്നതുകൊണ്ട് ഭയങ്കര വ്യത്യാസമുണ്ട് എനിക്ക് ഈ ഒരു ട്വിൻ സിലിണ്ടർ ഓടിക്കുമ്പോഴത്തേക്കും. സോ ഓഫ് റോഡ് പെർഫോമൻസ് ഞാൻ അത്ര ഹാർഡ് കോർ ഓഫ് റോഡ് ഒന്നുമല്ല, ഇതേപോലത്തെ ട്രെയിൽസൊക്കെയാണ് പോയത്. പക്ഷേ ആ ട്രെയിൽസൊക്കെ പോയപ്പോഴത്തേക്കും വണ്ടിയുടെ പെർഫോമൻസ് ഒരു രക്ഷയില്ല കേട്ടോ. ഭയങ്കര ഈസി ആയിട്ടാണ് നമുക്ക് വണ്ടി ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇത്രയും വലിയ വണ്ടിയാണെന്നൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. നമുക്ക് അത്ര ഈസി ആയിട്ടാണ് വണ്ടി ഹാൻഡിൽ ചെയ്യണത്. നമുക്ക് ABS ഓഫ് ചെയ്യാം, ഓഫ് റോഡ് മോഡ് ABS ഉണ്ട്. അതുകൂടാണ്ട് നമുക്ക് ABS ഫുള്ളായിട്ട് ഓഫ് ചെയ്യാതെ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ബാക്കി ഓഫ് റോഡ് മോഡ് ABSലേക്ക് നമുക്ക് ആക്കാൻ പറ്റും. പിന്നെ എഞ്ചിൻ ബ്രേക്കിംഗ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പവർ മോഡ് 4 ലെവലാണുള്ളത്, ട്രാക്ഷൻ കൺട്രോൾ 5 ലെവൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. ട്രെയിൽസിൽ നിന്ന് പോകുമ്പോൾ ഈ സസ്പെൻഷൻ വെച്ചിട്ടുണ്ടല്ലോ ഒന്നും അറിയില്ല കേട്ടോ. സസ്പെൻഷൻ അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി, ഭയങ്കര ഈസി ആയിട്ടാണ് നമുക്ക് സസ്പെൻഷൻ എല്ലാം ഹാൻഡിൽ ചെയ്യണേ. പിന്നെ ചില സമയത്ത് എനിക്ക് റിയർ സസ്പെൻഷൻ കുറച്ചും കൂടെ ഒന്ന് അവർ ആ ഒരു കംപ്രഷനും കംപ്രഷൻ പിന്നെയും കുഴപ്പമില്ല, റീബൗണ്ട് ഒന്നും കൂടെ ട്യൂൺ ചെയ്തിരുന്നെങ്കിൽ കൊള്ളാമെന്ന് തോന്നി എനിക്ക്. ബാക്ക് സസ്പെൻഷൻ ചെയ്യുന്നത്, ഫ്രണ്ട് സസ്പെൻഷൻ പക്ഷേ അടിപൊളിയായിട്ട് എടുക്കുന്നുണ്ട്. ബ്രേക്സ് ആയാലും അടിപൊളിയാണ്. 310mm ഡിസ്ക് ബ്രേക്സ് ആണ് വന്നിരിക്കുന്നത്. ഡുവൽ ഡിസ്ക് ബ്രേക്സ് ആണ് ഫ്രണ്ടിൽ അവർ കൊടുത്തിരിക്കുന്നത്. പിന്നെ സസ്പെൻഷൻ ട്രാവലും 200mm ആണ് സസ്പെൻഷൻ ട്രാവൽ. അപ്പോൾ ഓഫ് റോഡൊക്കെ പോകുമ്പോൾ ഒരു വിഷയമില്ല. ഗ്രൗണ്ട് ക്ലിയറൻസ് ആയാലും 212mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസും വന്നേക്കണേ. അപ്പോൾ ഓഫ് റോഡൊന്നും പോകുമ്പോൾ ഒരു വിഷയമില്ല. എനിക്കൊന്ന് ബാക്ക് പ്ലേറ്റ് വെക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഒന്ന് കുറയും. ഇതൊന്നും നമ്മളൊന്നുമില്ല, നമ്മൾ ചുമ്മാ എഴുന്നേറ്റ് ഫസ്റ്റോ സെക്കൻഡിലൊക്കെ ഈസി ആയിട്ട് വണ്ടി കയറി പോകട്ടോ. ബാക്കൊക്കെ വെറുതെ സ്ലൈഡ് ചെയ്തിട്ട് കണ്ട അപ്പോൾ തന്നെ ട്രാക്ഷൻ വരും. ട്രാക്ഷൻ ഓൺ ആയി അപ്പം തന്നെ. പിന്നെ ആദ്യം നമുക്ക് തോന്നും ഇത്രയും വലിയ വണ്ടി ഓഫ് റോഡൊക്കെ പോകുമ്പോൾ ഒരു ബുദ്ധിമുട്ട്. പക്ഷേ വീണ് കഴിഞ്ഞാൽ വിട്ടോണം, നമുക്ക് താങ്ങിക്കാനുള്ളൊരു ഓപ്ഷൻ എനിക്ക് തോന്നുന്നുള്ള ഈ ഒരു വണ്ടിക്ക് ഉണ്ടെന്ന്. പക്ഷേ വണ്ടി നല്ല ഈസി ആയിട്ട് നമുക്ക് കൊണ്ടുപോകാം. ഭയങ്കര രസമാണ് ഓടിക്കാൻ, ഭയങ്കര നിമ്പിളാണ് ഓടിക്കാൻ. ഹീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല ബ്ലോക്കിൽ കിടന്നാലേ ഹീറ്റ് ആവുള്ളൂ. കമ്പയർഡ് ടു മൈ 790 ഇതിൻ്റെ ഹീറ്റ് വളരെ വളരെ കുറവാണ്. 790 വെച്ച് നോക്കുവാണെങ്കിൽ 790 ഒക്കെ പെട്ടെന്ന് നല്ല ഹീറ്റ് ആവും. പക്ഷേ ഇതൊന്നും അത്ര ഹീറ്റ് ആവാനുള്ള ഭയങ്കര കൺട്രോൾഡാണ്. ഭയങ്കര റോ പവറാട്ടോ വണ്ടിക്ക്, ഭയങ്കര റോ പവറാണ്. പക്ഷേ ആ റോ ഫീല് നമുക്ക് കിട്ടും. പക്ഷേ റിഫൈൻമെൻറ്റിൻ്റെ കാര്യത്തിൽ അങ്ങനെ കുറവൊന്നും വരുത്തിയിട്ടില്ല. അത്യാവശ്യം നല്ല രീതിയിൽ റിഫൈൻഡ് ആയിട്ടുള്ള ഒരു എൻജിൻ തന്നെയാണ് നമ്മുടെ ട്രാൻസാൽപ്പിൻ്റെ. ഇത് വന്നിരിക്കുന്ന ഹോർണറ്റിൻ്റെ സെയിം എൻജിനാണ് അവർ ഇതിൽ വെച്ചിരിക്കുന്നത്. ഹോർണറ്റിൻ്റെ സെയിം എൻജിൻ ആയതുകൊണ്ട് ആ ഒരു ഫീല് നല്ല രസമാണ് വണ്ടി ഓടിക്കാൻ. നല്ല രസമാണ്, നല്ല സ്പോർട്ടി ഫീലാണ് കൈ കൊടുത്താൽ വണ്ടി. സോ അതായത് ചെറിയൊരു ഓഫ് റോഡ് സെഷൻ, ചെറിയ ട്രെയിലാണ്. ബട്ട് അത് പെർഫോമൻസ് നന്നായിട്ട് ചെയ്ത്. ഞാൻ കുറേ ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് ഇന്നലെ കുറേ ജമ്പും കുറേയൊക്കെ ട്രൈ ചെയ്തു. പക്ഷേ എന്നാലും ഒരു പേടിയാണ്. നമുക്ക് പവർ മോഡൊക്കെ മാറ്റിയിടുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു വ്യത്യാസം മനസ്സിലാവും. ത്രോട്ടിലായാലും നല്ല വ്യത്യാസം നമുക്ക് മനസ്സിലാവും. പിന്നെ സീറ്റിംഗ് പൊസിഷൻ ഭയങ്കര കംഫർട്ടബിളാണ്. നല്ല വൈഡ് ആയിട്ടുള്ള ഹാൻഡിൽ ബാറാണ്. ക്രൂസിങ് സ്പീഡൊക്കെ ഈസി 130+ നമുക്ക് ഇതിൽ ക്രൂസ് ചെയ്യാം. നമ്മൾ ലോങ് ഒക്കെ പോവുകയാണെങ്കിൽ 130+ ഈസി ആയിട്ട് നമുക്ക് ക്രൂസ് ചെയ്യാം. അത്യാവശ്യത്തിനുള്ള എല്ലാ മോഡ്സും കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് ഉണ്ട്. നമ്മൾക്ക് ഒരു വിഷമമായിട്ട് തോന്നണം എനിക്ക് തോന്നിയത് ക്രൂസ് കൺട്രോൾ മാത്രം അവർക്ക് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യായിരുന്നു. അതൊരു ഓപ്ഷൻ വെക്കായിരുന്നു സത്യം പറഞ്ഞാൽ. അതൊരെണ്ണം കൊടുക്കായിരുന്നു. ഇപ്പോൾ 10,000 രൂപ കൂടിയാലും കുഴപ്പമില്ല, ഒരു ക്രൂസ് കൺട്രോൾ അവർക്ക് അവിടെ സെറ്റ് ചെയ്യായിരുന്നു. ബാക്കിയൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ഭയങ്കര അടിപൊളിയാണ്. ഇവിടെ നിങ്ങൾക്കൊരു സ്പേസ് കാണാം. ഇവിടെ നമുക്ക് എക്സ്ട്രാ ചാർജർ സെറ്റ് ചെയ്യാനുള്ളൊരു സ്പേസാണ്. പിന്നെ ഈ ക്രാഷ് ഗാർഡിൽ തന്നെ നമുക്ക് ഫോഗ് ലാംപ്സും കാര്യങ്ങളും സെറ്റ് ചെയ്യാം. ഗോപ്രോണല്ലേ, അത് മാത്രമേ എനിക്ക് തോന്നുള്ളൂ. പിന്നെ അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ അവർക്കൊരു ഓപ്ഷനായിട്ട് ഇറക്കാം. ഇപ്പോൾ നമ്മുടെ ഹീറോയിലെ എക്സ്പൾസ് റാലി ഉള്ള പോലെ തന്നെ നമുക്ക് അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ ഒരു ഓപ്ഷനിലായിട്ട് അവർക്ക് വേണമെങ്കിൽ കൊടുക്കായിരുന്നു കേട്ടോ. ഇത് ഞാൻ കണ്ടോ 6th ഗിയറിലാണ് ഞാൻ പോണത്. ഞാൻ ഇപ്പോൾ താഴത്തേക്ക് വരിക, മാറ് കിച്ചന്. അപ്പോൾ കണ്ടോ ഇപ്പോൾ 55-52 കേട്ടോ. കൈ കൊടുത്താലും നോക്കിങ് ചെറുതായിട്ട് പോലും നമുക്ക് ഫീൽ ചെയ്യിപ്പിക്കാണ്ട് വണ്ടി എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ആ കൈ കൊടുത്താൽ ശരിക്കും എനിക്ക് തോന്നുന്നു ചേച്ചി ചാടല്ലേ കഥ പറയണതാണ്. എന്നൊക്കെ 790 എനിക്ക് 6th ഗിയറിലൊക്കെ കിട്ടണമെങ്കിൽ മിനിമം ഒരു 80-90 അപ്പ് ആവണം. അതിൽ നിന്നൊന്ന് താന്നാൽ പിന്നെ തീർന്ന്. അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ ഇതിൻ്റെ എൻജിൻ നല്ല രീതിയിൽ ട്യൂൺഡാണ്, നല്ല രീതിയിൽ ട്യൂൺ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ എക്സോസ്റ്റും അടിപൊളിയാണ്. 2 എക്സോസ്റ്റ് ഔട്ട് ഉണ്ട്. ഒരു ഡുവൽ ടിപ്പ് എക്സോസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഒരു എക്സോസ്റ്റിൻ്റെ ഒരു ഹോളിൽ നിന്ന് ഒരു ബേസ് ഉള്ളൊരു സൗണ്ട്, മറ്റേ ഹോളിൽ നിന്ന് കുറച്ചും കൂടെ ഹൈ ഫ്രീക്വൻസി സൗണ്ട്, ആ ഒരു രീതിയിലാണ്. രണ്ടും
രണ്ട് ഹോളിൽ നിന്നും ഡിഫറെൻറ്റ് സൗണ്ടാണ് വന്നെ. അല്ല, ബൈക്കിൻ്റെ രണ്ട് എക്സോസ്റ്റ് ഹോളിൽ നിന്നും രണ്ട് ഡിഫറെൻറ്റ് സൗണ്ടാണ് വന്നെ. പിന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം എപ്പോഴും ഇതിൻ്റെ ഇൻഡിക്കേറ്റർ ഫ്രണ്ടിൽ രണ്ടും ഇങ്ങനെ കത്തി കിടക്കും. അത് ഹോണ്ടയുടെ ഒരു സേഫ്റ്റി ഫീച്ചറാണെന്നാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ നമ്മൾ പാനിക് ബ്രേക്ക് ചെയ്യുമ്പോൾ, അത് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുമ്പോൾ 4 ഇൻഡിക്കേറ്ററും എല്ലാം കൂടെ ഇങ്ങനെ മിന്നി കത്തും. അത് ബാക്കിലത്തെ ആൾക്ക് അറിയാൻ വേണ്ടി നമ്മൾ സഡൻ ബ്രേക്കിംഗ് ആണ് നമ്മൾ നടത്തണേ എന്നുള്ള കാര്യം. ഓവർ ഫീച്ചേഴ്സ് ഇല്ല, ബട്ട് ആവശ്യമുള്ള ഫീച്ചേഴ്സ് ഉണ്ട്, എക്സെപ്റ്റ് ആ ക്രൂസ് കൺട്രോൾ മാത്രം. പിന്നെ അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ ഇറ്റ്സ് കോസ്റ്റ്ലി, ഒന്നും പറയാനില്ല, അത് നല്ല കോസ്റ്റ് ആവും. പക്ഷേ ഈ ഒരു എനിക്ക് തോന്നുന്നു 14 lakhs സംതിങ് ആണ് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് കൊച്ചി തന്നെ. അപ്പോൾ ആ ഒരു പ്രൈസിൽ ഇത് എനിക്ക് തോന്നുന്നത് വേർത്താണ് ഈ വണ്ടി. ബിക്കോസ് ഇപ്പോൾ ഈ ഒരു 750 സെഗ്മെൻറ്റിൽ അഡ്വഞ്ചർ ബൈക്സ് നോക്കാൻ പോയാൽ നമുക്ക് സ്ട്രോം 850 വന്നിട്ടുണ്ട്. അതായാലും എനിക്ക് തോന്നുന്നു നല്ല പ്രൈസ് വരാൻ ചാൻസ് ഉണ്ട്. അതിന് വെയിറ്റും കൂടുതലാണ്, 240 കിലോ വി സ്ട്രോമിൻ്റെ വെയിറ്റ് വരും. ഇപ്പോൾ ഈ ഒരു പ്രൈസിൽ ഞാൻ പറയുമെങ്കിൽ ടൈഗർ 900 അല്ലെങ്കിൽ എന്താ പറയുക, അങ്ങ് ഹയർ CC വണ്ടിയിലേക്ക് പോകുന്ന ആൾക്കാർക്കുണ്ടല്ലോ, അവർക്കിപ്പോൾ ഈ ടൈഗർ ഇപ്പോൾ എടുക്കണമെങ്കിൽ 22 ലക്ഷം രൂപ വേണം. അപ്പോൾ ആഫ്രിക്ക ട്വിൻ എടുക്കണമെങ്കിൽ നമുക്ക് 20-22 ലക്ഷം രൂപ വേണം. ഇത്തെ വണ്ടിയൊക്കെ എടുക്കാൻ പോണവർക്ക് ഞാൻ എന്തായാലും ഈ ഒരു വണ്ടി റെക്കമെൻഡ് ചെയ്യും. കാരണം ഇതിൻ്റെ പവർ എനിക്ക് 91 PS പവർ ഉണ്ട്. ആ ഒരു ടൈഗറിൻ്റെ എടുക്കുകയാണെങ്കിൽ 105-108 PS ആണ് ടൈഗറിൻ്റെ പവർ. അതേപോലെ ആഫ്രിക്ക ട്വിന്നിൻ്റെ പവർ നോക്കാൻ പോയാൽ എനിക്ക് തോന്നുന്നു ഒരു 98 ആ റേഞ്ചിലാണ്. അതിനൊക്കെ ടോർക്കാണ് കുറച്ചും കൂടെ കൂടുതൽ. എനിക്ക് തോന്നുന്നത് നമുക്ക് ഓഫ് റോഡ് പോകാൻ, അല്ലെങ്കിൽ നമുക്ക് ബേസിക് ആയിട്ടുള്ളൊരു ഓഫ് റോഡ് പോകാൻ അത്രയും ടോർക്കുള്ള ഒരു വണ്ടി വേണം, അല്ലെങ്കിൽ നിങ്ങൾ അത്ര എക്സ്പീരിയൻസ്ഡ് ആയിരിക്കണം അത്രയും ടോർക്കുള്ള വണ്ടി ഒക്കെ യൂസ് ചെയ്യാൻ. പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ ഒരു ഹിമാലയൻ അല്ലെങ്കിൽ ചെറിയ ഓഫ് റോഡ് എക്സ്പൾസ് ഹിമാലയനൊക്കെ ഓടിച്ച് പരിചയമുള്ള ഒരാൾ അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളൊക്കെ ഈ ഒരു 750 ഓടിച്ചാൽ എന്തായാലും വാവ് എന്ന വാക്കേ പറയുള്ളൂ. കാര്യം അത്ര അടിപൊളിയാണ് ഇതിൻ്റെ ആ ഒരു എക്കണോമിക്സും നമ്മൾ ഈ റൈഡിങ് പൊസിഷൻ, എഴുന്നേറ്റിക്കുമ്പോഴുള്ള പൊസിഷനായാലും എനിക്ക് ഒരിക്കലും ഒരു ഹാൻഡിൽ ബാർ റേസർ വേണമെന്ന് എനിക്കിതിന് ഒരിക്കലും തോന്നിയിട്ടില്ല കേട്ടോ. പിന്നെ ഹെഡ് ലാംപ്സ് ഈസ് കൈൻഡ് ഓഫ് ആവറേജ്. രാത്രിയൊക്കെ ഓടിച്ചപ്പോൾ വെട്ടം ഉണ്ടെന്നുള്ളൊരു പേരിന് അത്ര അടിപൊളി വെട്ടം എന്നൊന്നും പറയാനില്ല. ഈ സിറ്റിയിലൊക്കെ ഇപ്പോൾ ഞാനൊക്കെ ഇരുന്ന് ഓടിക്കുമ്പോൾ ആനയുടെ മേളിൽ ഉറുമ്പ് കയറി ഇരുന്ന് ഓടിക്കുന്നവരുണ്ടാകും. കാര്യം അത്ര സൈസ് നമുക്ക് തോന്നിക്കും ഈ വണ്ടി. ചില സമയത്ത് ആൾക്കാർ ഞാൻ നിന്നാലും ഇരുന്ന് ഓടിക്കുവാണോ എന്ന് വരെ ചോദിച്ചിട്ടുണ്ട്. സെക്കൻഡ് തേർഡ് ഗിയർ ഒന്നും പറയാനില്ല, പക്ഷേ പൊളി എന്ന് വെച്ചാൽ റോക്കറ്റ് വിമാനം. ബട്ട് ഐ ആം സോ ഹാപ്പി ഹോണ്ടയുടെ സൈഡിൽ നിന്ന് ഇങ്ങനത്തെ ഒരു വണ്ടി, ആ ഒരു ട്രാൻസാൽപ്പ് ഗ്ലോബൽ മാർക്കറ്റിൽ കോമ്പീറ്റ് ചെയ്യുന്ന ഒരു വണ്ടിയാണ് ട്രാൻസാൽപ്പ്, ടെനേറയും പിന്നെ നമ്മുടെ 890 അഡ്വഞ്ചർ KTM, പിന്നെ വി സ്ട്രോം, ഇങ്ങനത്തെ വണ്ടികളൊക്കെ. അപ്പോൾ അങ്ങനത്തെ ഒരു വണ്ടി നമ്മുടെ നാട്ടിൽ വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇവിടുത്തെ ആൾക്കാർ അറിയട്ടെ എന്താണ് ഈ 750 മിഡിൽ വെയ്റ്റ് അഡ്വഞ്ചർ ബൈക്ക് എന്ന് നമുക്ക് വേണേൽ പറയാം അല്ലേ. അപ്പോൾ നമ്മുടെ നാട്ടുകാരും അറിയട്ടെ എന്താണ് ഇതിൻ്റെ ഒരു ഫൺ ഈ ഒരു 750 വണ്ടികളുടെ അല്ലെങ്കിൽ ഒരു അഡ്വഞ്ചർ വണ്ടികളുടെ ഈ ഒരു മിഡിൽ വെയ്റ്റ് വണ്ടികളുടെ. ഗിയർ ബോക്സ് ഇറ്റ്സ് ക്ലങ്കി. നമ്മൾ എന്താ പറയുക, എല്ലാ ഗിയർ ഇടുമ്പോഴും നമ്മളറിയും, അറിയാണ്ട് ആരും ഗിയർ ഇടില്ല. കട്ടക് ആ ഒരു ക്ലങ്കി ഗിയർ ബോക്സാണ്. നല്ലോണം നമുക്ക് ക്ലച്ച് ഫീലൊന്നും ഒരു വിഷയമില്ല. ബ്ലോക്കിൽ ഓടിച്ചിട്ടായാലും എനിക്കൊരു കൈവേന ഇതുവരെ വന്നിട്ടില്ല. നല്ല രീതിയിൽ ബ്ലോക്കിൽ ഓടിച്ചിട്ടുണ്ട്. ഈ എറണാകുളത്തൊക്കെ രാത്രിയും പാതിരാത്രിയും രാവിലെയൊക്കെ എല്ലാ ബ്ലോക്കിലും ഓടിച്ചായിരുന്നു. അപ്പോൾ നല്ല ബ്ലോക്കിൽ കിടക്കുമ്പോൾ മാത്രമേ നമുക്ക് ഹീറ്റ് അടിക്കുള്ളൂ. അതും കുറച്ച് നേരത്തേക്ക് ആ ഫാൻ ഓൺ ആകുമ്പോഴുള്ളൊരു ഹീറ്റിങ് മാത്രമേ നമുക്ക് തോന്നുള്ളൂ. ഫുള്ളാണ്, ഒരു രക്ഷയില്ലാതെ. 16.9 ലിറ്റേഴ്സാണ് ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി. എനിക്ക് തോന്നുന്നു ഫുൾ ടാങ്കിൽ നമുക്കൊരു 350 മുതൽ 400 വരെയുള്ള റേഞ്ച് നമുക്ക് ഈ വണ്ടിയിൽ നിന്ന് കിട്ടും. അത് അത്യാവശ്യം നല്ലൊരു ടൂറിങ് റേഞ്ച് എന്ന് തന്നെ വേണം പറയാം. 300+ റേഞ്ച്. മൈലേജ് ഇപ്പോൾ ഇതിൽ 5.1 ലിറ്റർ പെർ 100 കിലോമീറ്റർ ആണ്. അത് ഈ ചെറിയ ഷൂട്ടും നല്ല പൊളിയൊക്കെ പോയി എനിക്ക് തോന്നുന്നു ഒരു ഈസിലി 20-25 റേഞ്ചിലുള്ള മൈലേജ് നമുക്ക് ഈ വണ്ടിയിൽ നിന്ന് എന്തായാലും പ്രതീക്ഷിക്കാം കേട്ടോ. ഹോണ്ടയുടെ ഒരു വണ്ടി എടുത്താൽ എന്താ നോക്കാം, ഗവൺമെൻറ് ജോലി കിട്ടണ പോലെയാണ്. പിന്നെ ഒന്നും നോക്കണ്ട, നമുക്ക് ചിലവുകൾ കുറവാണ്, നമുക്ക് സർവീസ് കോസ്റ്റ് കുറവാണ്, പാർട്സിൻ്റെ റേറ്റ് കുറവാണ്, എല്ലാം കൊണ്ടും എല്ലാം കുറവാണ്. നമ്മൾ ആദ്യം കുറേ പൈസ ഈ ചില ജോലിയൊക്കെ കിട്ടാൻ ആൾക്കാർ 10-30 ലക്ഷം രൂപ കൊടുത്ത് ടീച്ചറാവാൻ പോണു ഗവൺമെൻറ് സ്കൂളിൽ. അങ്ങനെയൊക്കെ കൊടുക്കണം എന്തിനാ? അവർക്കറിയാം ഭാവിയിൽ അത് അവർക്ക് നല്ലതേ ചെയ്യുള്ളൂ എന്ന്. അപ്പോൾ അത് തന്നെയാണ് ഈ ഹോണ്ടയുടെ വണ്ടികൾ എടുക്കുന്ന കാര്യം കേട്ടോ. കുറച്ച് പൈസ കൂടുതൽ കൊടുത്താൽ ആ കൂടുതൽ കൊടുക്കുന്ന ആൾക്കറിയാം എന്തിനാണ് അയാൾ ആ കൂടുതൽ കൊടുത്ത് ഈ വണ്ടി എടുക്കണമെന്ന്. അപ്പോൾ ലോങ് ടേമിലൊക്കെ എനിക്ക് തോന്നുന്നു ഹോണ്ട ഈസ് മച്ച് ബെറ്റർ. അതായത് നമ്മൾക്ക് പോക്കറ്റ് ഫ്രണ്ട്ലി എന്ന് വേണം നമുക്ക് പറയാം കേട്ടോ. വണ്ടി ഒരു ലോങ് ടേമിലേക്ക് നോക്കുവാണെങ്കിൽ അറിയില്ല, ഹോണ്ട ഇപ്പോഴും ആക്റ്റീവയൊക്കെ വിറ്റ് ജീവിക്കണമുണ്ട്. അവർക്ക് വലിയ വണ്ടികളിൽ വലിയ താല്പര്യം ഇല്ല. പക്ഷേ ഇപ്രാവശ്യം എന്തോ ചെറിയ താല്പര്യം കാണിച്ചിട്ടുണ്ട്. കാര്യം എല്ലാവരും പറഞ്ഞാണെന്ന് തോന്നുന്നു. പക്ഷേ ലെറ്റ്സ് സീ
പിന്നെ നെക്സ്റ്റ് സീറ്റും ഭയങ്കര കംഫർട്ടബിളാണ്. പില്യൻ സീറ്റ് ആയാലും ഭയങ്കര കംഫർട്ടബിളാണ്. പക്ഷേ പില്യനെ ഇരുത്തി പോയിട്ട് ചെറിയ ചാട്ടമൊക്കെ ചാടുമ്പോഴല്ലോ ആ റീബൗണ്ട് എനിക്ക് ചില സമയത്ത് അടിച്ച് കിട്ടിയിട്ടുണ്ട്. തിരിച്ചടിച്ചിട്ട് പില്യൻ പോകുന്ന പൊങ്ങിപ്പോവും. അതായത് ആ ഒരു റീബൗണ്ട് ഭയങ്കര തിരിച്ചടി റീബൗണ്ട് ഭയങ്കര. ആ റീബൗണ്ട് ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ലതേനെ. അപ്പോൾ അത് എന്നെ ചാതന നിസാൻ പാട്രോൾ ഇൻ പ്രൊട്ടക്ഷൻ നെക്സ്റ്റ് ലെവൽ. ഞാൻ ലിറ്ററലി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ കാണാൻ പറ്റില്ല, എന്നെ വേർത്തോണ്ടിരിക്കുക, ഞാൻ ഉള്ളിൽ വേർത്തോണ്ടിരിക്കുക കാറ്റടിക്കാത്തതുകൊണ്ട്. അപ്പോൾ ഞാൻ ചില സമയത്ത് ഇങ്ങനെ ഇരിക്കും. ഈ സൈഡിലിരിക്കുമ്പോഴത്തേക്കും എനിക്ക് കറക്റ്റ് ഈ ഗ്യാപ്പിൽ കൂടെ എനിക്ക് കുറച്ച് എയർ കിട്ടും. ഞാൻ ജാക്കറ്റ് സിബൊക്കെ തുറന്നിട്ട് ആണ് ഓടിക്കുന്നത്. അപ്പോൾ അത്രയും വിൻഡ് പ്രൊട്ടക്ഷൻ നല്ല രീതിയിലുണ്ട്. അത് നമുക്ക് ചെറുതായിട്ട് താത്താൻ പറ്റും, ഹൈറ്റ് താത്താൻ പറ്റും. ഇപ്പോൾ മാക്സിമം ഹൈറ്റിലാണ് ഇട്ടേക്കണേ. ഇതിൻ്റെ ആക്സസറി ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഈ ക്രാഷ് ഗാർഡ്, ബാഷ് പ്ലേറ്റ്, ഫോഗ് ലാംപ്സ്, ഈ ഹാൻഡ് ഗാർഡ്സ്, പിന്നെ വിൻസ്ക്രീൻ സെപ്പറേറ്റ് ഒരു വിൻസ്ക്രീൻ വെക്കാം. ഇവിടുത്തെ ഈ ഒരു ചാർജിങ് പോർട്ട് ആക്സസറി, ഇതെല്ലാം സെപ്പറേറ്റ് ഒരു ആക്സസറി ആയിട്ട് തന്നെ ഹോണ്ടയുടെ ഷോറൂമിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ ഇതിൽ വെച്ചേക്കണതായാലും ഹോണ്ടയുടെ തന്നെ ആക്സസറി ആയിട്ടാണ്. അപ്പോൾ ക്വിക്ക് ഷിഫ്റ്റർ ഉണ്ട്. ക്വിക്ക് ഷിഫ്റ്റർ അപ്പ് ആൻഡ് ഡൗൺ ക്വിക്ക് ഷിഫ്റ്റർ ഓപ്ഷനാണ്. ഒരു 15,000 to 16,000 റുപ്പീസ് വരും ആ ഒരു ക്വിക്ക് ഷിഫ്റ്റർ. ഇത് എടുക്കുന്ന ഒരാളാണെങ്കിൽ ഐ വിൽ റെക്കമെൻഡ് ഇറ്റ് 110% ഒരു ക്വിക്ക് ഷിഫ്റ്ററിൻ്റെ അത് വെക്കണം. അത് ഭയങ്കര യൂസ് ആയിരിക്കും. ക്ലങ്കി ഗിയർ ബോക്സിൻ്റെ ആ ഒരു ഫീല് കുറച്ചും കൂടെ കുറയ്ക്കാൻ നമുക്ക് പറ്റും. സോ യാ ദാറ്റ്സ് ഇറ്റ്. ദാറ്റ്സ് ഓൾ അബൌട്ട് ട്രാൻസാൽപ്പ്. അപ്പോൾ നിങ്ങൾ ഒരു 400cc അഡ്വഞ്ചർ ബൈക്കിൽ നിന്ന് മാറി ഒരു ടൂറിങ്, ഒരു അഡ്വഞ്ചർ, ഒരു സെമി ഓഫ് റോഡ് വണ്ടി. ഇത് ഹാർഡ് കോർ ഓഫ് റോഡ് എനിക്ക് അറിയില്ല, നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ട് എനിക്ക് കോൺഫിഡൻസ് ഇല്ല ഇതായിട്ട് ഒരു ഹാർഡ് കോർ ഓഫ് റോഡ് പോകാൻ. പക്ഷേ നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെങ്കിൽ ഈസി ആയിട്ട് കൊണ്ടുപോകാം. അല്ലെങ്കിൽ നമ്മളൊരു 10 വരെയൊക്കെ വിളിച്ച് പോവാം, നമുക്ക് സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ. അല്ലെങ്കിൽ ഒറ്റയ്ക്കൊക്കെ പോകുകയാണെങ്കിൽ എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല. വീണാ പൊക്കി എടുക്കാൻ നമ്മൾ മുക്കറയിടും ഈ സാധനം. അപ്പോൾ നിങ്ങളൊരു അഡ്വഞ്ചർ ബൈക്ക് അല്ലെങ്കിൽ ഒരു ടൂറിങ് ബൈക്കൊക്കെ നോക്കുവാണ്. അപ്പോൾ നിങ്ങളൊരു 1000cc അല്ലെങ്കിൽ ഒരു 20 lakh ബഡ്ജറ്റ് ഇല്ല എന്നൊക്കെയാണ് ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ 20 lakh ബഡ്ജറ്റ് ഉണ്ടെങ്കിലും നിങ്ങൾ ഈ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കുക. ഞാൻ എന്തുകൊണ്ടും ഒരു ടൈഗറോ അല്ലെങ്കിൽ ഒരു GSO അല്ലെങ്കിൽ അതൊക്കെ വേറെ സെഗ്മെൻ്റാണ്. ഓക്കെ, അതൊക്കെ അതിൻ്റേതായിട്ടുള്ള വേറെ എന്താ പറയുക, വേറൊരു സ്റ്റൈൽ അല്ലെങ്കിൽ വേറൊരു ടൈപ്പ് തന്നെ നമുക്ക് പറയാം. പക്ഷേ ഈ വണ്ടി എന്തായാലും നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക. ഞാൻ ഒരു 50% പറയാം, ഒരു ടൈഗർ എടുക്കാൻ പോണ ഒരാളാണെങ്കിൽ ആൾ വന്നിട്ട് ഈ ഒരു വണ്ടി എടുക്കും. ബിക്കോസ് ഇത് ഭയങ്കര രസമാണ് ഓടിക്കാൻ, ഭയങ്കര റിഫൈൻഡാണ്, സൗണ്ടും അടിപൊളിയാണ്, കംഫർട്ടും അടിപൊളിയാണ്, റൈഡിങ് പൊസിഷൻ അടിപൊളിയാണ്, ബ്രേക്സ് അടിപൊളിയാണ്. ടയേഴ്സ് 2 ടൈപ്പ് ഓഫ് ടയേഴ്സ് വന്നിട്ടുണ്ട്. മെറ്റ്സലറും വന്നിട്ടുണ്ട്, ഇതിലിപ്പോൾ ഡൺലപ്പും വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു 2 കളറുണ്ട്. ഈ ബ്ലാക്കും വൈറ്റും ആണ് ഇവിടെ ഇറങ്ങിയേക്കണേ. അപ്പോൾ ആ വൈറ്റിന് മെറ്റ്സലറും ഇതിന് ഡൺലപ്പും ആണ് അവർ കൊടുത്തേക്കണേ. നിങ്ങൾക്ക് നോക്കാം, ടെസ്റ്റ് ഡ്രൈവ് നോക്കാം. ഹോണ്ട ബിഗ് വിങ് ടോപ്പ് ലൈൻ കൊച്ചിയിൽ നമുക്ക് വണ്ടി ടെസ്റ്റ് ഡ്രൈവ് വന്നിട്ടുണ്ട്. ഇപ്പോൾ അവർ ഇതിൽ വന്നേക്കുന്ന വണ്ടികളെല്ലാം ഫസ്റ്റ് സ്ലോട്ട് എല്ലാം വന്നേക്കുന്ന CBU ആണ്. പക്ക പുറത്തുനിന്ന് വന്ന വണ്ടികളാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ക്വാളിറ്റിയും നല്ല അടിപൊളിയാണ്. ഒരു ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും എനിക്ക് തോന്നിയില്ല. കുറേ ഒരു ലോക്കൽ മിറർ പോലെയൊക്കെ തോന്നി, പക്ഷേ ഇല്ല. ഞാനൊരു കോൺസെപ്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ സാധനമൊക്കെ വീണല്ലുണ്ടല്ലോ, വലിയ ചിലവില്ലാണ്ട് നമുക്ക് മാറാൻ പറ്റും. അല്ലെങ്കിൽ ഒരു 10R മിററൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി, 16,000-18,000 രൂപയാണ് 10R മിറർ. അല്ലെങ്കിൽ ഡുക്കാട്ടിയുടെയൊക്കെ V4 മിറർ അത്രയും റേറ്റ് ഉണ്ട്. അപ്പോൾ അതൊക്കെ വീണാലുള്ള കോസ്റ്റും ഇത് വീണാലുള്ള കോസ്റ്റുമാണ് നമ്മളവിടെ ആലോചിക്കേണ്ടത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ കാര്യങ്ങളുണ്ടെങ്കിൽ ഇവിടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യാം. ഇൻസ്റ്റാഗ്രാമിലും കൊച്ചി മച്ചാൻ എന്ന് തന്നെയാണ് പേര്. സോ യെസ്, അതൊക്കെ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു പോയിരിക്കും. സോ ഡോണ്ട് ഫെയിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചാനൽ, ബെല്ലൈക്കിൻ്റെ ബെല്ലൈക്കിൻ ഞെക്കുക. അടുത്ത വീഡിയോ ബെല്ലിൽ അറിയുന്നതായിരിക്കും. സൈൻ ഓഫ് ചെയ്യണം. മറ്റാരും നിങ്ങൾ സ്വന്തം കൊച്ചി മച്ചാൻ. ബൈ. ചൂടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ഗൈസ്, ഒരു രക്ഷയില്ലാത്ത ചൂടാട്ടോ. ഓഹോ.